സാധാരണക്കാർക്കുള്ള വീട്ടിലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിതുപോലെ മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നത്, അതുപോലെ വീട്ടിലുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. വലിയ രീതിയിലുള്ള കണ്ടൻറ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നറിയത്തില്ല. ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും വീഡിയോ ഒക്കെ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. ഈ ഒരു കറണ്ട് വെച്ചിട്ടാകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്നൊന്ന് ചെത്തി എടുക്കാൻ പറ്റും. മൺവെട്ടി വെച്ചിട്ട് ഞാൻ കുറച്ചൊക്കെ ഒന്ന് ചെത്തി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നടുവിന് ചെറിയൊരു പ്രശ്നം ഉള്ളത് കൊണ്ട് അങ്ങനെ ഒത്തിരി തവണയിട്ട് വെട്ടാനൊന്നും പറ്റത്തില്ലല്ലോ. ഇതാകുമ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ നമുക്ക് ചെത്തി എടുക്കാനും പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെയുള്ള പണി ആയുധങ്ങളൊക്കെ വെച്ചിട്ട് കുറേശ്ശെ പകുതി എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ കുറേയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ഒരുമിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓർക്കിഡിൻ്റെ ചെടി നമ്മൾ കുറേ ദിവസം വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ചെടിയൊക്കെ കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ പകുതി വീട്ടിൻ്റെ മുൻവശവും കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കാണ് മഴ പെയ്ത്. അപ്പോൾ മഴ പെയ്ത് ഇനിയിപ്പോൾ മഴ തോരാതെ നമുക്കിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇന്നിപ്പോൾ രാവിലെ തന്നെ നമ്മൾ മുറ്റമൊക്കെ വൃത്തിയാക്കി എടുക്കുന്നതിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നീട് നല്ല മഴയായിരുന്നു. അതിനുശേഷം നമ്മൾ കാടെടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ മുറ്റമൊക്കെ വൃത്തിയാക്കി എടുക്കുമ്പോൾ ഇനിയുള്ള വീഡിയോയിലൊക്കെ എന്തായാലും കാണിക്കും. അപ്പോൾ രാത്രിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് കപ്പ വേവിച്ചത് മീനൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കപ്പ തിളച്ച് വരുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ ബാക്കി പിന്നീട് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് തന്നെ കപ്പയിൽ നല്ല രീതിക്ക് ഉപ്പ് പിടിച്ച് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ കപ്പ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരത്തേക്ക് നമ്മൾ കപ്പ വെച്ചെടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് റെഡിയാക്കി എടുക്കാനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കപ്പ നല്ല പുട്ട് പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ കപ്പയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മുളക് ഉടച്ചെടുക്കുന്നില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ മത്തി അവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു അടുപ്പിൽ വെക്കുന്ന വേറൊന്നുമല്ല, മുറ്റത്ത് മഴയൊക്കെ പെയ്ത് മൊത്തത്തിൽ നനഞ്ഞ് കിടക്കുന്നതിനെ കൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ മുറ്റത്തിട്ട് തന്നെ വേവിച്ചെടുത്തന്നെയായിരുന്നു. ഈ ഒരു അടുപ്പിൽ വെക്കുന്ന വിറകിൻ്റെ പകുതി വിറവ് മതി നമുക്ക് മുറ്റത്ത് വേവിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ കത്തി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ അധികം കുറേ വിറവ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മത്തി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു 3 സവോള ചെറിയ രീതിയിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാന്താരി മുളക് ചതച്ചതും സാധാ പച്ചമുളക്, കുറച്ച് കറിവേപ്പില. അപ്പോഴും മത്തി കഴുകി ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മത്തി ഇതുപോലെ ഒന്ന് അവിച്ചെടുത്ത് കഴിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് വിട്ടു പോവല്ലേ. അടിപൊളി ഒരു ടേസ്റ്റാണ്. ഇനി ഇതിൽ ആവശ്യത്തിന് വെള്ളം കുറച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അത് ഒരു ഇത്തിരി പോലും എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് നീരും പിന്നെ ഇനി കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് വേണം ഇനിയിപ്പോൾ ഇതിനൊന്ന് അടച്ച് വെച്ചിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇത് വെന്ത് വന്ന് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ കുറച്ച് കുരുമുളകുണ്ടല്ലോ അതൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാനായിട്ട് വിട്ടു പോകരുത്. കുരുമുളകിൻ്റെ പൊടി കടയിൽ നിന്ന് വാങ്ങുന്നത് ചേർക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് നാടൻ കുരുമുളക് ചതച്ച് തന്നെ ചേർക്കാനായിട്ട് നോക്കണം. അപ്പോഴും ഞാനിവിടെ നേരത്തെ തന്നെ കുറച്ച് കുരുമുളക് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുരുമുളകും കൂടി ഇട്ട് കൊടുത്താൽ ഇനിയിപ്പോൾ ഇതിനകത്ത് വേറൊന്നും ചേർക്കാനായിട്ടില്ല. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, കാന്താരി ചേർത്ത്, കറിവേപ്പില, കുരുമുളക്, സവോള, കറക്റ്റ് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാം. ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കാനും കൂടെ ഉള്ളേ. അപ്പോഴും നമ്മളെ കപ്പയും മീനും ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്ലാവിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന വേറൊന്നുമല്ല, മൊബൈൽ എനിക്ക് ഈ ഒരു സൈഡിലല്ലേ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തറയിലിരുന്ന് തന്നെ കഴിക്കുന്നത് നമ്മൾ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെറിയൊരു വീഡിയോ എടുത്തത്. അപ്പോൾ കപ്പയും മീൻ വെച്ചതും അതിൻ്റെ ഗ്രേവിയൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കഴിച്ചിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. കഴിച്ചിട്ടുള്ളവർക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. അതുപോലെ പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് എനിക്ക് കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും റിപ്ലൈ ഒക്കെ വരും. അപ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മളെ സ്നേഹം അറിയിക്കുവാണ്.